ഗുഡ് ഈവനിങ് ഓൾ. ദിസ് ഇസ് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. നിഫ്റ്റി ഇന്ന് തുടർച്ചയായിട്ട് ഏകദേശം ഒരു 1.5 ആഴ്ചയായി പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത ഒരു ദിവസമാണ് ഇന്ന് ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ഇൻഡെക്സിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയോ സെൻസെക്സോ ബാങ്ക് എക്സോ ബാങ്ക് നിഫ്റ്റിയോ ഇതൊന്നുമല്ല, ഇന്ന് ഫിൻ നിഫ്റ്റി ഓൾമോസ്റ്റ് 2% അടുത്ത് റാലി രേഖപ്പെടുത്തി. ശ്രീരാം ഫിനാൻസ്, ബജാജ് ട്വിൻസ്, SBI ലൈഫ്, HDFC ലൈഫ് തുടങ്ങിയ കമ്പനീസിൽ ഇന്ന് നേട്ടം കൈവരിച്ചു. കൂടാതെ തന്നെ കുറച്ച് നാളുകളായിട്ട് നിക്ഷേപകരെ കുറച്ച് നിരാശപ്പെടുത്തിയ ഈ ഒരു ഡിഫൻസ് സെക്ടറിലുള്ള കൊച്ചിൻ ഷിപ്പ് യാർഡ്, മസഡോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് തുടങ്ങിയ കമ്പനീസിലും ചെറിയ തോതിൽ ഇന്ന് ഒരു ബൈങ് കണ്ടു. HCLന് ഒരു ഓർഡർ കിട്ടി. കൂടാതെ തന്നെ ഡിഫൻസ് മിനിസ്ട്രി കൂടുതൽ പ്രൊക്യൂർമെൻറ്റ് ചെയ്തേക്കാം എന്നുള്ള ന്യൂസും ഈ ഒരു ഡിഫൻസ് സെക്ടറുള്ള കമ്പനീസിന് ഗുണകരമായിട്ടുണ്ട്. ഇന്നലെ US മാർക്കറ്റ് അവധിയായിരുന്നു. ഇന്ന് US മാർക്കറ്റിൽ നിന്ന് ഇന്ത്യൻ സമയം 7:30 PMI ഡേറ്റ വരുന്നുണ്ട്. ഇനി സെപ്റ്റംബറിൽ വരുന്ന US സെൻട്രൽ ബാങ്കിൻ്റെ തീരുമാനത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിന് വളരെയധികം ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന ഒരു ഡേറ്റയാണ് ഇന്ന് ഇന്ത്യൻ സമയം 7:30 വരുന്ന US മാർക്കറ്റിൽ നിന്നുള്ള PMI ഡേറ്റ. ഇന്ത്യയുടെ നിഫ്റ്റിയുടെ ചാർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് ഇന്ന് ഓപ്പണായി, അതിനുശേഷം സ്ലൈറ്റ്ലി ഒന്ന് ഫോളായി 25,240 സപ്പോർട്ട് എടുത്തു. അതിനുശേഷം കൺസോൾഡേറ്റ് ചെയ്ത് 25,265 നിഫ്റ്റി ക്ലോസ് ചെയ്തു. നിഫ്റ്റിയിൽ പ്രധാനമായിട്ടും SBI ലൈഫ്, HDFC ലൈഫ്, ICICI ബാങ്ക്, ശ്രീരാം ഫിനാൻസ്, ബജാജ് ഫിൻസർവ് തുടങ്ങിയ കമ്പനീസ് 1.5 മുതൽ 2% വരെയുള്ള നേട്ടം കൈവരിച്ചപ്പോൾ ONGC, ഇൻഫോസിസ്, ബജാജ് ഫിനാൻസ്, JSW സ്റ്റീൽ, അദാനി പോർട്ട് തുടങ്ങിയ കമ്പനീസ് 1% മുതൽ 1.25% വരെയുള്ള ഫോളാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. നേരെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവാണ്. ഇന്ത്യ വിക്സ് 13.92, ഡോ ഫ്യൂച്ചർ കാണാം 221 പോയിന്റ് മൈനസ് ആണ്. ജപ്പാൻ മാർക്കറ്റ് പോസിറ്റീവിൽ അടച്ചപ്പോൾ കൊറിയയും ചൈനയും ഓസ്ട്രേലിയ കാണാം. കോസ്പി, ഷാങ്ഹായ്, AX200 ഈ 3 മാർക്കറ്റും റെഡിൽ ക്ലോസ് ചെയ്തു. കൂടാതെ തന്നെ ഗോൾഡ് ഏറ്റവും മുകളിൽ നിന്ന് മൂന്നാമത് $2,489 പെർ ഔൺസിന് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നതിന് ഇന്ന് $10 ഗോൾഡ് കുറഞ്ഞു. ബ്രന്റ് ഓയിൽ 75ഉം ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 59,000 എന്ന നിലയിലും ട്രേഡിംഗ് തുടരുന്നുണ്ട്. നാളെ നമുക്കുള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത് 51,689 എന്ന നിലയിലാണ്. പൊതുവേ 1.09 ആണ് PCR ഉള്ളത്. എങ്കിലും ഹയർ സൈഡിലേക്ക് 53,000 ആണ് കൂടുതൽ റെസിസ്റ്റൻസ് സോൺ ഉള്ളത്. പുട്ട് സൈഡിൽ ഓരോ 50-100 പോയിന്റ് ഇൻ്റർവെല്ലിലും പുട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും US മാർക്കറ്റ് നെഗറ്റീവ് ആണ് എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഹീറോ മോട്ടോ കോർപ്പ് മികച്ച ഒരു ഓട്ടോമൊബൈൽ സെയിൽസ് ഡേറ്റ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് ബൈയും കണ്ടു. അതുമാത്രമല്ല ബജാജ് ഫിൻസർവ്, ശ്രീരാം ഫിനാൻസ്, ITC തുടങ്ങിയ കമ്പനീസ് എല്ലാം തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 52 വീക്ക് ഹൈയിലാണ്. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലുള്ള കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ആദ്യം ഉള്ളത് KNS ടെക് കമ്പനിയാണ്. ഇന്ന് റാലി രേഖപ്പെടുത്തി ക്യാബിനറ്റ് ചിപ്പ് പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ അംഗീകാരം കൊടുത്തതാണ് സ്റ്റോക്കിന് ഇന്ന് നേട്ടം കൈവരിക്കാനായിട്ട് കാരണമായത്. ടെക്കം കമ്പനിയെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ടെക്കം കമ്പനീസ് സിറ്റി ഗ്രൂപ്പ് ടെക്കമ്മിന് ഡൗൺഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. അശോക് ലൈലാൻഡ് ആഫ്റ്റർ സെയിൽസിന് ശേഷം കസ്റ്റമേഴ്സിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അവർ പുതിയൊരു ഫെസിലിറ്റി അവർ ലോഞ്ച് ചെയ്തു. IPO വരുമ്പോൾ പ്രീമിയം എനർജീസ് IPO ഇൻവെസ്റ്റേഴ്സിന് മികച്ച രീതിയിലുള്ളൊരു നേട്ടം കൈവരിച്ചു. 120% പ്രീമിയം കിട്ടിയിട്ടുണ്ട്. IPOയിൽ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മളുടെ ഡിമാറ്റ് ഉപയോഗിച്ച്, ഗൂഗിൾ പേ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് തന്നെ IPOയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. IPOയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണ് IPO എന്നത് ചെക്ക് ചെയ്യണം. IPO കമ്പനികളുടെ റെഡ് ഹെറൻസ് പ്രോസ്പെക്റ്റുകൾ നോക്കുക. കൂടാതെ തന്നെ എത്രയാണ് ഫ്രഷ് ഇഷ്യൂ, ഇതിൽ പ്രൊമോട്ടേഴ്സിൻ്റെ ഓഫ് ലോഡിങ് എത്രയാണെന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. ആധാർ ഹൗസിംഗ് കമ്പനിയെ സംബന്ധിച്ച് കൊട്ടാക്ക് ആധാർ ഹൗസിങ്ങിനെ അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. KP ഗ്രീൻ എനർജി കമ്പനി ഇവർക്ക് 7 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള പുതിയ സോളാർ പ്രൊജക്റ്റിൻ്റെ ഓർഡർ ലഭിച്ചു. മാട്രിമോണി കമ്പനി നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ഒരു ന്യൂസായിരുന്ന കമ്പനി ഷെയർ ബൈബാക്ക് പ്രഖ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനി ഇന്ന് നേട്ടം കൈവരിച്ചു. HCL കമ്പനിയും ഇന്ന് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. 26,000 കോടി രൂപയുടെ ഓർഡർ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഡിഫൻസ് മിനിസ്ട്രിയുടെ ഭാഗത്താണ് ലഭിച്ചിട്ടുള്ളത്. KFin ടെക്നോളജി കമ്പനീസ് ഇവരുടെ അഡ്വാൻസ്ഡ് വെൽത്ത് മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോം കമ്പനി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബ്രിഗേഡ് എൻ്റർപ്രൈസസ് കമ്പനി ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള റിയാലിറ്റി കമ്പനിയാണ്. ഇവർ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്മെൻറ്റിലൂടെ 1,500 കോടി രൂപ ഫണ്ട് റൈസ് ചെയ്യാനായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. ഇൻഡിസൈഡ് ഇന്ത്യ കമ്പനി ഇവർ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 2025 ഫിനാൻഷ്യൽ ഇയറിൽ ഇവരുടെ റവന്യൂ ഫോർകാസ്റ്റ് ഓൾമോസ്റ്റ് ഡബിളാക്കി കമ്പനി കമ്പനി ഫോർകാസ്റ്റ്
അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ബജാജ് ഓട്ടോയും ഇവരുടെ പുതിയ ബൈക്ക് CNG ബൈക്ക് ഫ്രീഡം 125 ഇറങ്ങിയിരുന്നുണ്ട്. അത് ഇന്ത്യയിൽ ഉടനീളം ഇവർ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. റൈമണ്ടിൻ്റെ ലൈഫ് സ്റ്റൈൽ ബിസിനസ് സെപ്പറേറ്റ് ലിസ്റ്റ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. TCS, ഇന്ത്യയിലെ ലീഡിങ് IT കമ്പനി ആയിട്ടുള്ള TCS ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉള്ളത്. ഗൂഗിൾ ക്ലൗഡായിട്ട് ഇവരുടെ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഗൂഗിൾ ക്ലൗഡും TCSും തമ്മിൽ സൈൻ ചെയ്തിട്ടുള്ളത്. IX ഇന്ത്യയിലെ ഫിസിക്കൽ ഇലക്ട്രിസിറ്റീസ് എല്ലാം തന്നെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്, അതല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് എനേബിൾ ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ചാണ് IX. PTC പോലെയുള്ള സമാന്തരമായിട്ടുള്ള എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ കൂടിയും IX മാത്രമാണ് ഈ ഒരു മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു ലിസ്റ്റ് ചെയ്ത കമ്പനി. അപ്പോൾ IS പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ഓഗസ്റ്റിലെ കറണ്ടിൻ്റെ വോളിയം ഒരു 12,040 മെഗാവാട്ട് ഇവർ വോളിയം ട്രേഡ് ചെയ്തിട്ടുണ്ട് എന്ന് കമ്പനി അവകാശപ്പെട്ടു. കിംസ് ഇവരുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് സെപ്റ്റംബർ 13 GE പവർ കമ്പനി ഇവർ പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് നവയുഗ എഞ്ചിനീയറിംഗ് ആയിട്ട് സൈൻ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസ്. ഇനി ഗ്ലോബൽ നോക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ US മാർക്കറ്റിൽ PMI ഡേറ്റ ഇന്ന് വൈകിട്ട് വരും. അപ്പോൾ ഇത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകുമെന്നുള്ളൊരു സൂചന കൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലെ FISൻ്റെ ഭാഗത്തുനിന്ന് കനത്ത ബൈയിങ് തുടരുന്നത്. FIS ഇന്നലെയും ബൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമെന്നോണാണ് ഇപ്പോൾ DISും ബൈയിങ് തുടരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രമാണ് DIS വലിയ തോതിൽ സെല്ല് ചെയ്തിട്ടുള്ളത്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും ഇന്ത്യൻ മാർക്കറ്റിൽ അവർ ബൈ ചെയ്ത് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ FISും DISും ഒരേപോലെ വലിയ തോതിൽ ബൈ നടത്തുന്നുണ്ട്. അത് തന്നെയാണ് ആ ഒരു വ്യൂ ആണ് റീറ്റെയിലേഴ്സും വെച്ച് പുലർത്തുന്നത്. റീറ്റെയിലേഴ്സിനും മാർക്കറ്റിൽ ഒരു പ്രത്യേക വ്യൂ ഇല്ല. കാരണം അവർക്ക് റീറ്റെയിലേഴ്സിന് മാർക്കറ്റിൻ്റെ മുകളിലേക്കോ താഴേക്കോ കൊണ്ടുപോകാനായിട്ടുള്ളൊരു ശേഷിയില്ല. ശേഷിയുള്ളത് പ്രധാനമായിട്ടും FISനാണ്. DISനെ സംബന്ധിച്ച് ഇന്ത്യൻ മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ ഒരു മാസത്തിൽ 23,000 കോടി എന്ന് പറയുമ്പോൾ ഒരു ദിവസം മിനിമം 1,000 കോടി രൂപയ്ക്ക് അവർക്ക് എന്തായാലും ബൈ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ FIS ബൈയിങ് ആണെങ്കിൽ നമ്മൾ മാർക്കറ്റിന് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാവും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നിഫ്റ്റി ഓൾ ടൈം ഹൈ ആണ്. ആളുകൾക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. പക്ഷേ എസ്പെഷ്യലി ഡെറിവേറ്റീവിലെല്ലാം തന്നെ ആളുകൾക്ക് പുട്ട് ഷോർട്ട് ചെയ്ത് നഷ്ടം വന്നതിനേക്കാൾ കൂടുതൽ കോൾ ഷോർട്ട് ചെയ്താണ് നഷ്ടം വരാറ്. അതുകൊണ്ട് തന്നെയാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു പ്രസക്തി ഉള്ളത്. നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്, ഓപ്ഷൻ ചെയ്യുന്നുണ്ട്, ഇൻട്രാഡേ ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടിയും നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത് നമ്മളുടെ ഒരു നിത്യ ജീവിതത്തിൻ്റെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിയുടെ ഒരു ഭാഗമായിട്ട് മാറ്റണം. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് റിസ്കിന് അതീതമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിന് റിസ്ക് ഉണ്ടെന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് നാളെ രാവിലെ 7:00 വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു ഓൾ.